നമുക്കിന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഒരു കുപ്പി പാല്. നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഈ ഒരു കുപ്പി പാലിന് ഈ കസ്റ്റാർഡ് പൗഡർ, ഈ ഒരു പാക്കറ്റ് കസ്റ്റാർഡ് പൗഡർ ഇട്ടു. നമുക്കത് ആദ്യം പാലൊഴിച്ച് വെക്കാം. പാല് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് പാൽ ഇതിനകത്ത് ഒഴിച്ച് ഈ പൊടിയെല്ലാം കൂടെ ഇങ്ങനെ കലക്കണം. കലക്കി വെച്ചേക്കണം. എന്നിട്ട് ഇതിനകത്ത് ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു 4 സ്പൂൺ പഞ്ചസാര നമുക്കിടാം. മധുരം വേണ്ടാത്തവർക്കിടണ്ട, മധുരം വേണം, പിള്ളേർക്കൊക്കെ മധുരം വേണ്ടി വരും. നമുക്കിടാം. പാല് റെഡി ആവട്ടെ. പാല് തിളച്ചു, നല്ലൊരു തിളച്ചു. തീ കുറച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടിങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. തീ കുറച്ചിടുകയും വേണം. കണ്ടിങ്ങനെ കുറുകി വരും. കണ്ടോ, ഇനി തിളക്കണം. ഈ ചെറുതയ്ക്കകത്തിരുന്ന് ഉണ്ട്. കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ തിളച്ചെടുക്കുന്നുണ്ട്. അന്നേരം നല്ല കട്ട പിടിക്കാതെ ഇങ്ങനെ കിട്ടും. തിളച്ചു കുറുകുറാന്നായി. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് എളുപ്പം ആറ് കിട്ടണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി വെള്ളം, ഇപ്പം പ്ലേറ്റിനകത്ത് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മണ്ടക്കോട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് പെട്ടെന്ന് ആറ് കിട്ടും. എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് വെക്കാം. ഇനി തവി ഇടരുത്. ഇതിങ്ങനെ എടുത്ത് കഴിഞ്ഞ് പാട് വീഴും അതിനകത്ത്. നമ്മൾ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് വെക്കുക. ഇത് മാങ്ങ, ഇത് ഏത്തയ്ക്ക പഴുത്തത്, ഇത് പിന്നെ കൈതച്ചക്ക, ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മളുടെ വിരുന്നുകാർ വന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ഇച്ചിരിച്ച് എടുത്തായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി ഇളക്കണം. കുറേശ്ശെ എടുത്ത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ട് എടുക്കുക. ഇത് പഞ്ചസാര വേണ്ടുന്നവർക്ക് ഇതിനകത്ത് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിടാം. വിരുന്നുകാരൊക്കെ വരുമ്പോഴേ ഇച്ചിരി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചതിനകത്തിടാം. ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിനകത്തൊന്നിനകത്തും പഞ്ചസാര ചേർക്കാതെയും കൊടുക്കാം. ഇതാണ്ട് നമ്മളിപ്പോൾ എടുത്ത് വിരുന്നുകാർ വന്നപ്പോൾ അതെങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇത് കസ്റ്റാർഡ് പൗഡർ നമ്മൾ കുറുക്കിയെടുത്തതാകുമ്പോൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കി പാലിനകത്ത് ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. വേണ്ട, ഒന്ന് കലക്കിയാൽ മതി. അന്നേരത്തിന് ഇങ്ങനെ ആവും. ഒഴിക്കുക, ഫ്രൂട്ട്സ് ഇടുക. ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന സാധനമാണ്. ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് എന്തോ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം. മുന്തിരിങ്ങയോ എന്ത് വേണമെങ്കിലും ഇടാം. അനാറോ ഒക്കെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സാധനം ഫ്രൂട്ട്സ് എല്ലാം കൂടെ എടുത്തന്നേ ഉള്ളൂ. ഇങ്ങനെ ലെയറായിട്ടിടണം. എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മളിത് അരിഞ്ഞ് വെച്ചത് ഇങ്ങനെ വെച്ചിട്ട് ഐസ്ക്രീം വേണമെന്നവർക്കിടാം, വേണ്ടാത്തവർക്കിടണ്ട. ഞാനിപ്പോൾ ഐസ്ക്രീം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഇച്ചിരി. വേണ്ടേ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫ്രൂട്ട് സലാഡ്. എല്ലാവരും കഴിച്ചു നോക്കുക. വാ, ഇനി വാ, കോളേജിൽ നിന്ന് വന്ന കുട്ടി ഇനി വാ, തരട്ടെ. ആദ്യം ഇതെടുക്കുന്ന എൻ്റെ കുഞ്ഞിന് കൊടുക്കട്ടെ. ആദ്യം സൂപ്പറാണോ? അതെങ്ങനെ കഴിക്കാം. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ എടുക്കുന്നത് ക്രിസ്റ്റീന എന്നോട് പറഞ്ഞ് ജിമ്മിൽ പോകുന്നവരുണ്ടെന്ന് പറയാൻ. അവളാണ് ഏറ്റവും കൂടുതൽ മധുരം കൂടെ ഉപയോഗിക്കുന്നത്. ഇത് ഷുഗറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ മധുരം വേണമെങ്കിലേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. അങ്ങനെ അരിഞ്ഞ് പാത്രത്തിനകത്ത് വെച്ചേക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിലും പിള്ളേർക്ക് ഇച്ചിരി ഒന്ന് കൊടുക്കാം. അങ്ങനെ എടുക്കാം. ഇതേപോലെ സൂക്ഷിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇതേപോലെ അടച്ച് എല്ലാം അരിഞ്ഞ്. ഓക്കെ.